റീജിയണൽ ഏരിയാസ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ വരാ അതൊരു ഉൾപ്രദേശം എന്നുള്ള രീതിക്കാണല്ലോ. ഇങ്ങനെയുള്ള ഏരിയാസ് ആളുകൾ സെലക്ട് ചെയ്യാറുണ്ടോ? ഓസ്ട്രേലിയയുടെ റീജിയണൽ ഏരിയാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് റീജിയണൽ ഏരിയാസ് എന്ന് പറയും. അതായത് മെട്രോ സിറ്റിയിൽ നിന്നും ഒരു 50 കിലോമീറ്റേഴ്സൊക്കെ മാറി ഉള്ള ഓരോ സ്റ്റേറ്റിലും റീജിയണൽ ഏരിയാസ് ഉണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പിൻകോഡിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ റീജിയണൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുഗ്രാമം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം വരുന്നത്. അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്ന പിൻകോഡുകളിൽ നിന്നും മാറി മറ്റുള്ള പിൻകോഡുകളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഡെസിഗ്നേറ്റഡ് പിൻകോഡ്സിൽ താമസിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ ആളുകളും 491 വിസ ചൂസ് ചെയ്തിട്ട് റീജിയണൽ ഏരിയ താമസിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ 15 അഡീഷണൽ പോയിന്റ്സ് ആണ് അതിലൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് 50 പോയിന്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയൻ്റെ റീജിയണൽ ഗവൺമെൻറ് ആണ് നിങ്ങൾക്ക് 15 പോയിന്റ് അഡീഷണൽ ആയിട്ട് തരുന്നത്. അതിലൂടെ 65 പോയിന്റ് കിട്ടുകയും നിങ്ങൾ എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ഒരാൾക്ക് അതിലൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓസ്ട്രേലിയക്ക് പോകാനായിട്ട്. അങ്ങനെയാണ് അതിനെ നോക്കി കാണേണ്ടത്.